സൗദി 94ാമത്തെ ദേശീയ ദിന ആഘോഷമാണ് ഇന്നിപ്പോൾ ഈ കോർണിഷ് ഏരിയയിൽ നടക്കുന്നത് കേട്ടോ. അതിൻ്റെ ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10,000 ജനങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അതിൻ്റെ ആഘോഷമാണ് ഇപ്പം നമ്മൾ കാണുന്നത്, നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ പട്ടാളത്തിൻ്റെയും നേവിയുടെയും എല്ലാവിധ ആഘോഷങ്ങളും ഹെലികോപ്റ്ററൊക്കെ വന്ന് ഭയങ്കര ആഘോഷമായിരിക്കും. ഇപ്പോൾ ജനങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ റോയൽ കമ്മീഷൻ ബീച്ചിലാണുള്ളത്. അതിൻ്റെ 1ാം ദിവസത്തെ ആഘോഷമാണ്. നാളെയും മറ്റന്നാളും ഒക്കെ വീണ്ടും ആഘോഷം ഉണ്ടാകും. 23-ാം തീയതിയാണ് നാഷണൽ ഡേ. 21 അതിൻ്റെ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൗദി നാഷണൽ ഡേയുടെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അന്നം തരുന്ന ആഘോഷങ്ങളിലേക്ക് നമുക്കും ചേരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഒരു സൗദി ദേശീയ ദിന ആശംസകൾ. സൗദി അറേബ്യയുടെ 94ാമത് നാഷണൽ ഡേ ആഘോഷമാണ് നടക്കുന്നത് കേട്ടോ. നിറച്ചും പട്ടാളക്കാരാണ്. കോർണിഷ് നിറച്ച് പട്ടാളക്കാർ, നിറച്ച് ജനങ്ങളും ഇവിടെ എല്ലാം. ആ കടലിൽ കിടങ്ങുന്നതാണ്ട കറുത്ത സൈന്യം, അതെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ ഹെലികോപ്റ്ററുണ്ട്. പിന്നെ അങ്ങ് ദൂരെ കടലിലും ഇതുപോലെ കിടപ്പുണ്ട്. ആവശ്യപോലെ ജനങ്ങളുണ്ട് ഇവിടെ. എയർ ഷോ ഉണ്ട്. എയർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ വന്ന് കിടക്കുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. ഇവിടെ തിരക്കൂട് തിരക്കാണ്. എനിക്ക് തോന്നുന്നു വിദേശികളൊന്നും അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. സ്വദേശികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എവിടെ നോക്കിയാലും സ്വദേശികൾ. പോലീസും പട്ടാളവും നിറഞ്ഞു കിടക്കുക, ഒരു രക്ഷയില്ല. ഇവിടെ റോഡും വാഹനങ്ങളും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് പോകാൻ സൗദി ദേശീയ ദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ജനങ്ങൾ, കുട്ടികൾ എല്ലാം ദേശീയ പതാകയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ദൂരെ കടലിൽ നേവിയുടെ വകയാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നു. 2 ഹെലികോപ്റ്റർ നിൽപ്പുണ്ട്. വളരെ ദൂരെയാണ്. അതിപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണ്. ഇപ്പോൾ എയർ ഷോ ഉണ്ട്. അത് എത്ര മണിക്കാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു 4 മണിക്കാണെന്ന് തോന്നുന്നത് എയർ ഷോ. ഇപ്പോൾ എയർ ഷോ തുടങ്ങാൻ സമയമായി വരികയാണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഇതിനുള്ളിൽ. അതിപ്പോൾ എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. അതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. അവിടെ എന്തൊക്കെയോ പ്രമുഖ വ്യക്തികൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. بن عبد الرحمن آل سعود طيب الله ثراه. تمر علينا هذه الذكرى لنستلهم الدروس والعبر من سيرة القائد الفذ الذي استطاع بحنكته ونافذ بصيرته وقبل ذلك كله بإيمانه الراسخ بالله جل وعلا പ്രോഗ്രാംസ് ആണ് നടക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഇതില്ല. എല്ലാം റെഡ് കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ ഫോട്ടോഗ്രാഫേഴ്സും പത്രമാധ്യമക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം പ്രവേശനമില്ല. വിശിഷ്ടാതിഥികളാണ് 4 സൈഡിലും പട്ടാളം കേട്ടോ. എന്നൊക്കെ ആൾക്കാരുണ്ട്. വനിതാ പട്ടാളക്കാരുണ്ട്. بين أيديكم واصفا ومعلقا على الفعاليات التي يقيمها منسوبي القوات البحرية الملكية السعودية بالمنطقة الشرقية بالتعاون مع الهيئة الملكية بالجبيل، متخللا ذلك وصفا حيا لما ستشاهدونه أمامكم من استعراض. പട്ടാളത്തിൻ്റെ ഏതോ ഒരു വലിയ സൈനിക ഉദ്യോഗസ്ഥനാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സൈനിക ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ. പ്രമുഖരെല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ ഇതില്ല. കടലിൽ നിന്ന് സൈന്യം വരികയാണ് ഇങ്ങോട്ട്. സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ. കടലിൽ നിന്ന് നേവിയുടെ വക. ഇവിടെ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അത് ഹെലികോപ്റ്ററുകൾ 2 ഇങ്ങനെ വരികയാണ്. അവരുടെ വക ഷോയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ,
അപ്പോൾ ഒരെണ്ണം അങ്ങനെ പോയി, ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. وفي ظل هذه الأثناء ترون في البحر زوارق نوع هيروكي وهي الأقوى والأسرع നേവിയുടെ വക അഭ്യാസ പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് في جميع المهام البحرية. أيضا ستقوم في عمل تشكيلات بحرية طيلة فترة الاستعراض. തൊണ്ണൂറ്റിനാലാമത്തെ ദേശീയ ദിനാഘോഷമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കടലിലെ അഭ്യാസ പ്രകടനങ്ങൾ നേവിയുടെ ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് ومن هذه المهام الحروب السطحية والحروب تحت السطحية والبحث والإنقاذ. والآن تصل المجموعة الإرهابية ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് تحاول احتلال المبنى، وعندما تصل إليه سوف يتم تعامل معها بمجموعة من رجال القوات البحرية. ഹെലികോപ്റ്ററിന്റെ പവറിൽ നോക്കിയാൽ കടലിലെ വെള്ളമൊക്കെ തെറിച്ച് പോവാണ്, ഒരു രക്ഷയില്ല. ഇനി അടുത്ത അഭ്യാസ പ്രകടനം നടക്കാനായിട്ട് കടലിൽ നിന്ന് ഇങ്ങനെ ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാണുന്നത് ബോട്ടുകൾ കടലിൽ നിന്ന് വരുന്നതാണ്. കരയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. മൂന്നും രണ്ടും 5 2 7 ബോട്ടുകളാണ് വരുന്നത് കേട്ടോ. ഹെലികോപ്റ്ററുകൾ സ്റ്റിൽ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഈ 2 ഹെലികോപ്റ്ററുകൾ ബോട്ടുകൾ ആ കെട്ടിടത്തിന് മറഞ്ഞു കേട്ടോ. അത് ഇനി അടുത്തേക്ക് വന്നിട്ട് കാണാം നമുക്ക്. ഇപ്പോഴും ഹെലികോപ്റ്റർ ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. തീർത്തും ഹെലികോപ്റ്ററിന്റെ ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു സ്ഥലത്ത് തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇതാണ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ. അല്ല, എനിക്ക് തോന്നുന്നു ഇവരുടെ ഷോ കഴിഞ്ഞു തോന്നുന്നു. ഇവർ ഷോ കഴിഞ്ഞ് പോകാനുള്ള സമയമായി തോന്നുന്നു. അതെ, അവരുടെ ഷോ കഴിഞ്ഞു. അപ്പോൾ അവർ പുറത്തോട്ട് പോവാണ് കേട്ടോ. അപ്പം മറ്റേ ബോട്ടും പോയി. ഇനിയിപ്പോൾ എയർ ഷോ ഉണ്ടെന്നാണ് തോന്നുന്നത്. എയർ ഷോ ഉണ്ടോ അതോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല.
അവരുടെ ഷോ കഴിഞ്ഞു, അവർ യാത്രയായി. പതാകയുടെ നിറം ഇങ്ങനത്തെ ഈ ഏരിയ മൊത്തം കേട്ടോ. كما تشاهدون أمامكم مجموعة من القوات الخاصة البحرية يسندونهم تصير اقتحام. കണ്ടില്ലേ, ഇവിടെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ജനങ്ങളാണ്, കൂടുതലും സൗദികളാണ്, ഇവിടുത്തെ നാട്ടുകാർ മാത്രം. പിന്നെ നല്ല വിദേശികൾ ആവശ്യം പോലെ ഉണ്ട്. അതിൻ്റെ പച്ച കളർ നോക്കിയേ, ഇതിങ്ങനെ അത് പുകച്ചു വിടുകയാണ് കേട്ടോ. والآن ينتظر رجال القوات الخاصة ساعة الصفر لاقتحام المبنى. ടി വിയിൽ കാണുന്നതാണ് ആ റൂമിനകത്ത് നടക്കുന്നത്. വെട്ടിയും ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അവർ ആ റൂമിനകത്ത് വെടി വയ്ക്കുകയാണ് കേട്ടോ. വെടിയുടെ ഒച്ചയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിനടുത്തേക്ക് പോകാനുള്ള അധികാരമില്ല. എല്ലാവരുന്നുണ്ടെങ്കിൽ പോയിട്ട് കാണിക്കാം. ഇത് ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. ഈ സ്ക്രീനിൽ കാണുന്നതാണ്. والآن يتم التعامل مع الهدف. ആ സ്ക്രീനിൽ ഇവിടെ നടക്കുന്ന ഇതാണ് കേട്ടോ. പ്രകാശം കൊണ്ട് അതിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ലൈവ് ഇവിടെ കാണിക്കുന്നുണ്ട്. കരിമ്പൂച്ചകൾ ഒരാളെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. വേണ്ട അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി. അതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. من اقتحام المبنى والقبض على العدو وتخليص الرهائن إن وجد. أيها الحفل الكريم، يتقدم للدخول الآن مجموعة من ضباط وضباط صف وجنود من قوات النخبة إلى ميدان العرض بخطوات حماسية تعبر عن روح الشجاعة والإقدام لديهم للمشاركة بهذا اليوم. تبدأ مشاركة القوة بعرض التمارين السويدية والتي تسهم في زيادة اللياقة البدنية والإحماء البدني. ഒരു കടലിൽ കൂടി നേവി ഭടന്മാർ വന്നു. ഭീകരനെ വെടിവെച്ചു റൂമിൽ. അതവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് അവരെയും കൊണ്ട് ബോട്ട് പുറപ്പെട്ടു പോയി കേട്ടോ. അപ്പോൾ അന്യ കരസേനയുടെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കരസേനയുടെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. في إعداد الفرد المقاتل بدنيا ونفسيا وذهنيا والوصول بهم للتميز في الأداء والرشاقة وتقوية عضلات الجسم لتساعدهم على تأدية واجباتهم وتنفيذ مهامهم. ഇതിന് കൂടുതൽ ശബ്ദമൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് ഓൾറെഡി ഇവിടെ ശബ്ദമുണ്ട്. രണ്ട് ഗ്രൂപ്പുണ്ട് കേട്ടോ. ഒരു ഗ്രൂപ്പ് അവിടെ നിൽപ്പുണ്ട്. أيها الحفل الكريم، ما ترونه أمامكم هي تمارين صباحية ومسائية اعتيادية يومية يستمر عليها رجل القوات الخاصة. والآن تبدأ قوة النخبة. ദേശീയ ദിനാഘോഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. والقتال بالأيادي والقفزات والركلات الهوائية. मोबाइल तुम बहुत ज़्यादा चला नहीं ना मोबाइल को तरीके से। أيها الحفل الكريم، ما ترونه الآن هي مهارات خطيرة تتطلب الشجاعة والمثابرة والاستمرار بالتدريب لإتقانها. ജനങ്ങളുണ്ട്. ജനങ്ങൾ ഒരു രക്ഷയില്ലാത്ത ജനത്തിരക്കാട്ടോ ഇവിടെ എല്ലാം. ഇവിടുത്തെ പ്രമുഖ വ്യക്തികളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ മുന്നിലാണ് ഇതെല്ലാം നടക്കുന്ന പരേഡ്. അത് ജനങ്ങൾക്കും കാണാം. ഇന്ന് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ.
أيها الأهل الكريم، نرى الآن دخول مدرسة وحدات الأمن البحرية الخاصة. أيها الحضور الكريم، كما يعلم الجميع أن مدرسة وحدات الأمن البحرية الخاصة لهم دور كبير في قواتنا البحرية، ولعلنا نرى الآن بعض الفعاليات المتميزة منهم.